ഹലോ മച്ചാമാരെ, എല്ലാവർക്കും സുഖം തന്നെയാണല്ലോ കരുതുന്നു. അപ്പോൾ നമ്മൾ വീണ്ടും ഒരു പുതിയ വീഡിയോ ആയിട്ട് വന്നിരിക്കുകയാണ്. അതായത് നമ്മൾ KGCRP സിറ്റിയിലെ എല്ലാ ജോബ്സും ഒരു സീരിയസ് ആയിട്ട് ചെയ്യണം. അപ്പോൾ അതായത് പാർട്ടായിട്ട് ചെയ്യാൻ വേണ്ടി ഉദ്ദേശിക്കുകയാണ്. അപ്പോൾ നമ്മൾ അതിൻ്റെ ഒരു ഫസ്റ്റ് പാർട്ട് എന്നതിൽ ഇന്ന് നമ്മളൊരു ഗാർബേജ് ജോബാണ് എന്ത് ചെയ്യുന്നത് ചൂസ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ അതിൻ്റെ കൂടുതൽ ഡീറ്റെയിൽ വീഡിയോസ് എന്ത് ചെയ്യാം നമുക്ക് ഇതിലൂടെ കാണാൻ കഴിയുന്നതാണ്. അപ്പോൾ കൂടുതൽ ദീർഘിപ്പിക്കാതെ നമുക്ക് എന്ത് ചെയ്യാം വീഡിയോയിലോട്ട് പോകാം. അങ്ങനെ നമ്മൾ എപ്പോഴും പറയുന്ന പോലെ ഫോൺ എടുത്ത് GPS ഓണാക്കി ലൊക്കേഷൻ മാർക്ക് ചെയ്തതിന് ശേഷം നമ്മൾ ആ ലൊക്കേഷനിൽ എത്തിയിരിക്കുകയാണ്. നിങ്ങൾക്ക് അവിടെ റെഡ് കാണിക്കാൻ കാണുന്നുണ്ടാവും. ഇതാണ് നമ്മുടെ ലൊക്കേഷൻ. ഇവിടെ വന്നിട്ട് നമുക്ക് എന്ത് ചെയ്യണം, ജോബ് എടുക്കണം. അപ്പോൾ ജോബ് എടുക്കാനായിട്ട് ഞാൻ എന്നെ പ്രസ് ചെയ്തിരിക്കുകയാണ്. അത് കഴിഞ്ഞ് നമുക്ക് വെഹിക്കിൾ എടുക്കണം. അപ്പോൾ നമ്മൾ ഗാർബേജിൻ്റെ വെഹിക്കിളാണ്. അപ്പോൾ നമ്മൾ ഗാർബേജിൻ്റെ വെഹിക്കിളിലേക്ക് കയറുക ആദ്യം. ഓക്കെ, സ്റ്റെപ്പായിട്ട് നമ്മൾ പറഞ്ഞു തരുന്നതായിരിക്കും. അതിൽ നിന്ന് നമ്മൾ ഗാർബേജ് വെഹിക്കിൾ കയറി കീബോർഡ് ഓപ്പൺ ആക്കി /engine ടൈപ്പ് ചെയ്തു. അതിനുശേഷം വണ്ടി സ്റ്റാർട്ട് ചെയ്തതിന് ശേഷം നമ്മുടെ ആ ഫ്രണ്ടിൽ കാണുന്നൊരു വൈറ്റ് സാധനം കിടക്കുന്നത് കാണുന്നുണ്ടല്ലോ നിങ്ങളെല്ലാവരും. അവിടെ എത്തിയതിന് ശേഷം വീണ്ടും നമ്മൾ കീബോർഡ് ഓൺ ചെയ്യുന്നു, /garbage എന്നടിക്കുന്നു. അങ്ങനെ നമ്മുടെ ഗാർബേജ് ജോബ് ആക്ടിവേറ്റഡ് ആകുന്നതാണ്. ആക്ടിവേറ്റ് ആയതിനു ശേഷം നമ്മുടെ മാപ്പിൽ നിങ്ങൾക്ക് ഒരു റെഡ് ലൈൻ കാണിക്കുന്നുണ്ടാവും. ആ റെഡ് ലൈൻ അതാണ് നമ്മുടെ ചെക്ക് പോയിൻ്റ്. അവിടെയൊക്കെ പോയിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട് വേസ്റ്റ് കളക്ട് ചെയ്യേണ്ടത്. അപ്പോൾ ആദ്യത്തെ ലൊക്കേഷനിലേക്ക് നമുക്ക് പോവാം. ഓക്കെ, അങ്ങനെ നമ്മൾ ആദ്യത്തെ എന്ത് ചെയ്തിരിക്കുകയാണ്, ആദ്യത്തെ ചെക്ക് പോയിന്റിൽ എത്തിയിരിക്കുകയാണ്. ഇവിടെ നമുക്ക് ഗാർബേജ് വേസ്റ്റ് കളക്ട് ചെയ്യാം. അങ്ങനെ ഇവിടുത്തെ ഗാർബേജ് വേസ്റ്റൊക്കെ നമ്മൾ കളക്ട് ചെയ്തു. എന്നിട്ട് വേസ്റ്റ് എടുത്തു, അത് കളക്ട് ചെയ്തു. നെക്സ്റ്റ് ഇനി നമുക്ക് അടുത്ത ഗാർബേജ്, ഞാൻ കുറച്ച് സ്പീഡപ്പ് ആക്കുന്നുണ്ട്. ഇതിങ്ങനെ ഫുള്ള് കണ്ടിരിക്കാൻ നേരം മടുപ്പുണ്ട്. അപ്പോൾ നമുക്ക് കുറച്ച് സ്പീഡപ്പ് ആക്കിയിട്ട് ഞാൻ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഓക്കെ, അപ്പോൾ നമുക്ക് നെക്സ്റ്റ് ചെക്ക് പോയിൻറ്റിലേക്ക് പോവാം. നെക്സ്റ്റ് ചെക്ക് പോയിൻ്റ് എന്ന് പറയുന്നത് കുറച്ച് ലോങ് ആണ്. ഹോസ്പിറ്റലിൻ്റെ അവിടെയാണ്. ഹോസ്പിറ്റലിൻ്റെ അവിടെ തന്നെയാണെന്ന് തോന്നുന്നു. പോയി നോക്കാം എവിടെയാണ് നെക്സ്റ്റ് ചെക്ക് പോയിൻ്റ് വരുന്നത്. ഒന്ന് പോയി നോക്കാം. അതെ, ഞാൻ പറഞ്ഞ പോലെ ഹോസ്പിറ്റലിൻ്റെ അവിടെ തന്നെയാണ്. അതായത് നമ്മുടെ മാർക്കറ്റ് ഏരിയയില്ലേ, നമ്മൾ മാൾ എന്നൊക്കെ പറയുന്ന സ്ഥലം, അവിടെയാണ് നമുക്ക് നെക്സ്റ്റ് ചെക്ക് പോയിൻ്റ് കാണിച്ചിരിക്കുന്നത്. അപ്പോൾ നെക്സ്റ്റ് ചെക്ക് പോയിൻ്റിലെത്തിയിട്ട് ബാക്കി കാര്യങ്ങൾ. അപ്പോൾ നിങ്ങൾ ഇത്രയും കാലം സപ്പോർട്ട് ചെയ്ത ആ സപ്പോർട്ട് നമ്മൾ ഇനിയും പ്രതീക്ഷിക്കുന്നു. അപ്പോൾ നമ്മളിങ്ങനെ പാർട്ടായിട്ട് ഓരോ ജോബുകൾ. അപ്പോൾ നിങ്ങൾക്ക് ഈ സെർവറിൽ ജോയിൻ ചെയ്യാൻ താല്പര്യം ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ താഴെ കമൻറ്റ് ചെയ്യുക. അതുപോലെ തന്നെ നമ്മുടെ ഡിസ്ക്രിപ്ഷനിലും കമൻറ്റ് ബോക്സിലും ഞാൻ എന്ത് ചെയ്യുന്നത് ഈ സെർവറിൻ്റെ ഡിസ്കോഡ് ലിങ്ക് പിൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ താല്പര്യമുള്ളവർക്ക് കയറി കളിക്കാം. ഓക്കെ, അങ്ങനെ അവിടുത്തെ ഗാർബേജ് നമ്മൾ കളക്ട് ചെയ്തു. ഇനി നമ്മൾ നെക്സ്റ്റ് ലൊക്കേഷനിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഓക്കെ, അപ്പോൾ ഇത്രയാണ്. ഇതൊരു സിമ്പിൾ ജോബാണ്. നമുക്ക് ഒരുപാട് കമാൻഡ്സും കാര്യങ്ങളൊന്നും ഇല്ല. നമ്മൾ സ്റ്റാർട്ടിങ്ങിൽ ചെയ്ത ആ കുറച്ച് കമാൻഡ്സുള്ള ജോബ് എടുക്കുന്നു, വണ്ടിയിൽ കയറുന്നു, വാഹനത്തിൽ കയറുന്നു. അതുപോലെ നമ്മൾ എന്ത് ചെയ്യുന്നു, എൻജിൻ ഓൺ ആക്കുന്നു, ഗാർബേജ് ജോബിൻ്റെ ആ ചെക്ക് പോയിൻ്റ് ഗാർബേജ് ജോബ് ആക്ടിവേറ്റഡ് ആക്കുന്നു. അതുപോലെ ചെയ്ത് പിന്നെ എന്ത് ചെയ്യുന്നു ഇതുപോലെ. അതായത് ഇപ്പോൾ നമ്മൾ ഗാർബേജ് കളക്ട് ചെയ്യാനും അതായത് ഈ വേസ്റ്റേജ് ഒന്നും കളക്ട് ചെയ്യാനൊന്നും നമുക്ക് എന്ത് ചെയ്യണ്ട, കമൻസിൻ്റെയും കാര്യങ്ങളുടെയും ഒന്നും ആവശ്യമില്ല. ജസ്റ്റ് നമ്മൾ ആ ചെക്ക് പോയിന്റിൽ പോയി വണ്ടി ഒന്ന് സ്റ്റോപ്പ് ചെയ്താൽ മാത്രം മതി. അങ്ങനെ ഇതേ ഈ സിറ്റിയിലുള്ള എല്ലാ ജോബും നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട് നിങ്ങൾക്ക് കാണിച്ചു തരുന്നതായിരിക്കും. എങ്ങനെയാണ് ജോബ് ഒരു ബിഗിനറായിട്ട് വരുന്ന ഒരാൾക്ക്, ഈ വീഡിയോ കണ്ട് വരുന്ന ഒരാൾക്ക് എന്ത് ചെയ്യണ്ട, ഒരു ബുദ്ധിമുട്ടുമില്ല. എന്താ ചെയ്യേണ്ടത്, എങ്ങനെയാണ് ജോബ് ചെയ്യേണ്ടത് എന്നതിനെക്കുറിച്ച് എന്ത് ചെയ്യേണ്ട ടെൻഷൻസും കാര്യങ്ങളും ഒന്നും ഉണ്ടാകത്തില്ല. ബിഗിനറായ ആളുകൾക്ക് വേണ്ടിയിട്ടാണ് നമ്മൾ ഈ വീഡിയോസൊക്കെ ചെയ്യുന്നത്. ഇതിനെക്കുറിച്ച് അറിയുന്നവർ ഈ വീഡിയോ കാണേണ്ടതില്ല. ഇതിനെക്കുറിച്ച് അറിയാത്ത ആളുകൾക്ക് മാത്രം ഈ വീഡിയോ കാണേണ്ട ആവശ്യമേ ഉള്ളൂ. അങ്ങനെ നമ്മുടെ നാലാമത്തെ ചെക്ക് പോയിൻറ്റും കഴിഞ്ഞു. നമ്മുടെ ലാസ്റ്റ് ചെക്ക് പോയിൻറ്റിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇത് കഴിഞ്ഞിട്ട് നമുക്ക് നേരെ വീട്ടിൽ കൊണ്ടുപോയി വണ്ടി വെച്ച് നോക്കാം. കാരണം നാളെ നമുക്ക് അടുത്ത ജോബിന് വരേണ്ടതല്ലേ. അപ്പോൾ നമുക്ക് ഈ ചെക്ക് പോയിൻ്റ് കഴിഞ്ഞ ശേഷം ഇതാണ് ലാസ്റ്റ് ചെക്ക് പോയിൻ്റ് കഴിഞ്ഞു. നമുക്ക് ക്യാഷ് കിട്ടി. വലിയ വരുമാനമൊന്നുമില്ല, 2000 എത്രയോ ഉണ്ട്. ഓക്കെ, ഞാൻ കൃത്യമായിട്ട് ശ്രദ്ധിച്ചില്ല എത്രയാണ്. 2031 ആണെന്ന് തോന്നുന്നു.
അപ്പോൾ നമ്മുടെ ഇന്നത്തെ പരിപാടി തീർന്നിട്ടുണ്ട്, ഇന്നത്തെ കച്ചവടത്തിനൊക്കെ തീർന്നിട്ടുണ്ട്. ഇനി നാളെ വന്നിട്ട് ബാക്കി വേസ്റ്റുകൾ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, കളക്ട് ചെയ്യാം. ഓക്കെ, അങ്ങനെ നമ്മുടെ വീടെത്തിയിട്ടുണ്ട്. വണ്ടി സ്റ്റോപ്പ് ചെയ്തിട്ട് നമുക്ക് നമ്മുടെ വീട്ടിൽ പോയി കിടന്നുറങ്ങാം. അപ്പോൾ കൂട്ടുകാരെ, ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഇതിൻ്റെ ബാക്കിയുള്ള ജോബുകളുടെയൊക്കെ പാട്ടായിട്ട് നമ്മൾ ഡെയിലി വരുന്നതാണ്. അപ്പോൾ ഇതുവരെയും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആളുകളുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് അടിക്കുക, കമൻറ്റ് ചെയ്യുക. നിങ്ങളുടെ കൂടുതൽ അഭിപ്രായങ്ങൾ അറിഞ്ഞതിന് ശേഷം നമുക്ക് അതിനെക്കുറിച്ചുള്ള കൂടുതൽ വീഡിയോസൊക്കെ എന്ത് ചെയ്യാൻ പറ്റുന്നതാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. അങ്ങനെ നമ്മുടെ വീടിൻ്റെ അകമൊന്നും ഞാൻ കാണിക്കുന്നില്ല, അതൊക്കെ നമുക്ക് വേറെ വീഡിയോ എഡിറ്റ് ചെയ്യാം. വീടെത്തി. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. അപ്പോൾ ഇഷ്ടപ്പെട്ടാൽ എന്ത് ചെയ്യാൻ മറക്കരുത്, സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് അടിക്കാനും മറക്കാതിരിക്കുക. അപ്പോൾ വീണ്ടും കാണാം. ബൈ.